ചില ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ, അതായത് അവർ സാധനങ്ങൾ അങ്ങനെ വലിച്ചെറിയില്ല. ചില സാധനങ്ങൾ അല്പം പഴകിയാലും അല്ലെങ്കിൽ വേറൊന്നുണ്ടെങ്കിലും എടുത്ത് കളയാതെ എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാകുമെന്ന് കരുതി സൂക്ഷിച്ചു വെക്കും. ചില ആൾക്കാരുണ്ട് ഒരു സാധനവും വലിച്ചെറിയില്ല. ചിലപ്പോൾ അവരുടെ മക്കളായിരിക്കും പറയുന്നത് ഇതൊക്കെ ഇങ്ങനെ എന്തിനാ ജങ്ക് കൂട്ടി വെക്കുന്നു. പക്ഷേ ചില അവസരങ്ങളിൽ അതിശയകരമായ രീതിയിൽ ഇത് ഉപയോഗപ്പെടുകയും ചെയ്യും. ചെറിയ ഈ ജങ്കെന്ന് പറയാൻ പറ്റില്ല, യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്വഭാവം. അങ്ങനെ ബ്രെഡ് മേടിക്കുമ്പോൾ ആ ബ്രെഡിൻ്റെ കവറിൽ നിന്ന് കിട്ടുന്ന ആ ബ്രെഡിലെ കവറിൽ അടച്ചു വെക്കുന്നതിന് വേണ്ടി തിരിച്ചു വെക്കുന്ന ചില സാധനങ്ങളാണ്. എൻ്റെ ഇങ്ങനെ കുറേ ഉണ്ട്. ഏകദേശം 10-15 എൻ്റെ കയ്യിൽ കാണും. എന്താ ഈ ഡപ്പിക്കകത്ത് ഞാൻ ഇട്ട് വെച്ചിരുന്ന. ഇതുകൊണ്ട് പല പ്രയോജനങ്ങളുണ്ട്. നമ്മളെന്തെങ്കിലും പ്ലാസ്റ്റിക് കവറിനകത്ത് ഇട്ടതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇത് ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മൾക്കിങ്ങനെ അത് ലോക്ക് ചെയ്ത് വെക്കും. പക്ഷേ ഇതുകൊണ്ട് എനിക്ക് വേറൊരു പ്രയോജനം ഉണ്ടായി. അപ്പം ഇതിനെ കാര്യത്തിലേക്ക് അടക്കാം. ഇത് വീടിനകത്ത് ഇടുന്നതാണ്. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കേടായി. ഇത് കേടായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100-600 രൂപ മുടക്കി 2 സ്ലിപ്പ് ഓൺസ് മേടിച്ചു. ഇത് വീടിനകത്തെ ആവശ്യത്തിന് വേണ്ടിയാണ്. പക്ഷേ ഇതിനൊരു ചെറിയ പ്രശ്നം. ഇട്ട് തുടങ്ങി ഒരു 3-4 മാസത്തിനുള്ളിൽ തന്നെ കാണിച്ചു തരാം, ഇതിൻ്റെ ഈ വാറ് ഊരി വരാൻ തുടങ്ങി. ഇതല്ല, ഇത് ഈ വാറ് ഊരി വരാൻ തുടങ്ങി. പിന്നെയും തിരിച്ചിടണം, പിന്നെ ഊരി വരും. ഇത് തലവേദനയായി. വേറെ ഇതിനകത്ത് യാതൊരു സ്ട്രക്ചറൽ പ്രോബ്ലംസും ഇല്ല. ഈ സ്ലിപ്പ് ഓൺ ഇടാനാണെങ്കിൽ നല്ല സുഖവും. കാശും മുടക്കി, പക്ഷേ വാറ് ഊരി വരും. കളയാനും തോന്നുന്നില്ല. സ്വാഭാവികമായ രീതിയിൽ ഇത് ലാൻഡ്ഫില്ലിലേക്ക് പോകുന്നതാണ്. അങ്ങനെ ഇരിക്കെ എനിക്ക് ചെറിയൊരു ഐഡിയ തോന്നി. ഈ വാറ് ഊരി വരാതിരിക്കാൻ സമ്മതിച്ചാൽ മതി. അപ്പോൾ ഇവിടെ എന്തെങ്കിലും വട്ടത്തിൽ വല്ലതും വെട്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്നോളും. പക്ഷെ ഒരു പ്രോബ്ലം ഉള്ളതെന്ന് വെച്ചാൽ എളുപ്പം ഒരുപാട് അഴുക്ക് പിടിക്കും. വീടിനകത്ത് മാത്രമേ ഇട്ട് നടക്കുന്നുള്ളൂ, അത് വേറെ സംഗതി. എങ്കിലും അഴുക്കൊക്കെ പിടിക്കും. അപ്പോഴാണ് ഇത് ഹെൽപ്ഫുള്ളായിട്ട് വന്നത്. ഒരെണ്ണം ഇങ്ങനത്തെ ഒരെണ്ണം ഇതുവഴി ഇങ്ങനെ ഇട്ട് അത് ലോക്ക് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഇത് കുറേ നാൾ ഓടി. ഇപ്പം ഏകദേശം 1 വർഷത്തിന് മേളിലായി. ശ്രദ്ധിക്കണം, അധികം തേമാനമൊന്നും സംഭവിച്ചിട്ടില്ല. വീടിനകത്ത് മാത്രമേ എടുത്തുള്ളൂ. പക്ഷേ പിന്നീട് എന്തു പറ്റി, ഈ സാധനം ഉണ്ടല്ലോ, ഇത് അകത്തോട്ട് വളഞ്ഞ് ഇങ്ങനെ വെളിയിലായി തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നി ഇത് പിന്നെ കളയാറായി. കാരണം എന്ന് വെച്ചാൽ ഇതിട്ടുകൊണ്ട് നടക്കുന്ന പെയിൻഫുള്ളായി തുടങ്ങി. അങ്ങനെ ഇരിക്കെ വീണ്ടും ഒരു ഐഡിയ, ഒരെണ്ണം എടുത്ത് ഫിറ്റ് ചെയ്താലോ. അങ്ങനെ വീണ്ടും ഒരെണ്ണം എടുത്ത് ക്രോസ് വെച്ചു. ഇങ്ങനെ ക്രോസായിട്ട് ഇങ്ങനെ വെച്ചു. ഇപ്പോൾ ഇതിട്ട് നടന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഊരിപ്പോയില്ല. ഹോൾഡ് കൊണ്ട് നമുക്ക് ആദ്യമൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നി. കാരണം ഇവിടെ കുറച്ച് പൊങ്ങിയിരിക്കുന്ന പോലെ തോന്നി. പക്ഷേ ഇതിട്ട് നടക്കാൻ ബുദ്ധിമുട്ടൊന്നും തോന്നി. കാശ് മുതലായി, സംതൃപ്തിയും, പിന്നെ ഒരു സാധനം സൂക്ഷിച്ചു വെച്ചത് ഉപകാരപ്പെട്ടല്ലോ. ഏത് സാധനം? ഇത് ഉപകാരപ്പെട്ടല്ലോ എന്നുള്ളൊരു ചാരിതാർത്ഥ്യവും. എല്ലാത്തിനും പുറമെ വേറെ കാര്യങ്ങളുണ്ട്. ഇത് ഒരു ലാൻഡ്ഫില്ലിലേക്ക് പോകുന്ന സാധനം. റീസൈക്കിൾ, റീയൂസ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. പകരം യൂസ്ഫുൾ ആക്കിയെടുത്തു. റീയൂസും അല്ല, യൂസ്ഫുൾ ആക്കിയെടുത്തു. അപ്പം ചില അവസരങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സൂക്ഷിച്ചു വെച്ചാൽ ഗുണമുണ്ട്.